കഴിഞ്ഞ ദിവസം ശാന്തകുമാരി അമ്മയെ അടക്കാനായി കൊണ്ടുപോകുന്ന സമയം എല്ലാവരും ശ്രദ്ധിച്ചത് അമ്മയുടെ കാലിൽ നിൽക്കുന്നത് മോഹൻലാലും മറ്റേ വശത്ത് പ്രണവുമായിരുന്നു. സാധാരണ അങ്ങനെ എല്ലാ ചെറുമക്കളും വരണമെന്ന് നിർബന്ധമില്ല. എന്നാൽ എൻ്റെ അച്ഛമ്മയുടെ അരികിൽ എനിക്ക് നിൽക്കണമെന്ന മോഹൻലാലിനോട് പോയി സംസാരിച്ചതും പ്രണവ് തന്നെയാണ്. വളരെ ബഹുമാനത്തോടെയാണ് മോഹൻലാലിനെ എപ്പോഴും പ്രണവ് കാണാറുള്ളത്. തർക്കുത്തരങ്ങളൊന്നും പറയാതെ സാധാരണ അമ്മയോട് പോലും പറയുന്ന കളികളൊന്നും അച്ഛനോട് പറയാറില്ല പ്രണവ്. അത് പക്ഷേ അമ്മുമ്മയുടെ കാര്യമായപ്പോൾ പ്രണവ് അതെല്ലാം മറന്നു. അച്ഛാ, എനിക്ക് അമ്മുമ്മയുടെ കാല് കൂടി പിടിക്കണം, ഞാനൊരു വശം പിടിച്ചോട്ടെ എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയായിരുന്നു. അമ്മുമ്മയുടെ അവസാന യാത്രയിൽ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ പ്രണവ് അങ്ങനെ ചോദിച്ചത്. പക്ഷെ എന്തു തന്നെയാണെങ്കിലും പ്രണവിൻ്റെ ആ ചോദ്യത്തിൽ എല്ലാവരും അങ്ങ് അലിഞ്ഞുപോയി എന്ന് പറയാം. അത്രമാത്രം ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രണവിനെ നോക്കുന്നത്. പ്രണവ് അങ്ങനെ വന്ന് ചോദിക്കുമെന്ന് ആരും കരുതിയില്ല. എന്തിന് മോഹൻലാൽ പോലും കരുതിയില്ല. മോഹൻലാൽ പോലും അദ്ദേഹം വന്ന ആ ചോദ്യം കേട്ടപ്പോൾ ഞെട്ടിയിരിക്കുകയായിരുന്നു. പ്രണവിന് വേണമെങ്കിൽ മാറി നിൽക്കാം, അത് പിടിക്കാനായി ഒത്തിരി ആളുകൾ വരും, അങ്ങനെ ഇന്ന ആളുകൾ എന്ന് മാത്രമില്ല. മോഹൻലാലിൻ്റെ അമ്മയായതുകൊണ്ടും ശാന്തകുമാരി അമ്മയ്ക്ക് നിരവധി ബന്ധുക്കൾ ഉള്ളത് കൊണ്ടും തന്നെ അങ്ങനെ പിടിക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഇല്ല. എന്നാൽ പ്രണവ് ഇത്തരത്തിലൊരു ആഗ്രഹം പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കത് മാറ്റേണ്ട കാര്യമില്ല, അത് തന്നെ നമ്മൾ കൊടുത്താൽ മതി. എന്നാൽ വളരെയധികം സ്നേഹത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അത് പിടിച്ചത്. കൊണ്ടുപോകുന്ന സമയം തന്നെ വിതുമ്പി കരയുന്നുണ്ടായിരുന്നു. സങ്കടം അണപൊട്ടി നിൽക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മോഹൻലാൽ എങ്ങനെയാണ് പിടിച്ചു നിന്നതെന്നാണ് ആർക്കും അറിയാത്തത്. അദ്ദേഹത്തിൻ്റെ അമ്മയെ കൊണ്ടുപോകുന്ന സമയത്ത് പോലും അദ്ദേഹം ഒന്ന് കരഞ്ഞില്ല. ചടങ്ങുകൾ ചെയ്യുന്ന സമയം പോലും കരഞ്ഞില്ല. ചടങ്ങുകൾ ചെയ്യുന്ന സമയം അദ്ദേഹം കരഞ്ഞു പോയാലോ എന്ന് ഭയന്നിട്ടായിരിക്കാം ഒരുപക്ഷെ മാധ്യമങ്ങൾക്കകത്ത് പ്രവേശനമില്ല എന്നും വളരെ പേഴ്സണലായിട്ടുള്ള ചടങ്ങ് തന്നെ ആയിരിക്കുമെന്ന് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ അത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരമാണ് മോഹൻലാൽ. അതുമാത്രമല്ല, മോഹൻലാലിൻ്റെ മക്കളായാലും അതേ സ്നേഹമാണ് പ്രേക്ഷകർക്ക്. താരപുത്രൻ താരപുത്രിയോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ തന്നെ കാണിക്കാറുമുണ്ട്. പ്രണവിൻ്റെ അഭിനയം കൊള്ളില്ല എന്നും പ്രണവ് മോഹൻലാലിൻ്റെ മകനായതുകൊണ്ട് മാത്രം സിനിമയിൽ വന്നതാണെന്നും ഒക്കെ പലരും ട്രോളിൽ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കാര്യമാക്കാത്തൊരു വ്യക്തിയാണ് പ്രണവ്. എന്നാൽ കഴിഞ്ഞൊരൊറ്റ ദിവസം കൊണ്ട് അച്ഛമ്മ മരിച്ചപ്പോൾ കണ്ട ആ വിഷമം തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേദനിച്ചു. കുടുംബത്തിലൊന്നും നോക്കാതെ അച്ഛനെയും അമ്മയും ബഹുമാനിക്കാതെ നടക്കുന്ന ജെൻസി കുട്ടികളുടെ കൂടെയാണ് പ്രണവെന്ന് കരുതി. എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയല്ല പ്രണവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇഷ്ടം കൂടിയെന്ന് പ്രേക്ഷകരെല്ലാവരും ഒറ്റ രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതേ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ആരാധകരുടെ പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്രണവ് ഇങ്ങനൊരു ചെറുപ്പക്കാരനായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു എന്ന് ഞങ്ങൾ കരുതിയിട്ടുമില്ല. ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു നീ ശരിക്കും മോഹൻലാലിൻ്റെ മകൻ തന്നെ. അച്ഛമ്മയുടെ അഭിമാനമാണ് നീ. വെറുതെ അല്ല അച്ഛമ്മ ഇത്രമാത്രം അപ്പുവിനെ സ്നേഹിച്ചിരുന്നത്. അച്ഛമ്മ മരിക്കുമ്പോൾ ഇത്രമാത്രം സ്നേഹം ഉണ്ടാകുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.